ഹായ് ഫ്രണ്ട്സ്, ജോൺ വിക്ക് കണ്ടു. ജോൺ വിക്ക് അല്ല, ബാലറീന. ജോൺ വിക്കിൻ്റെ ഒരു സൈഡ് പടമായ ബാലറീന. ഈ ഒരു പടം കാണാൻ പോകുമ്പോൾ രണ്ട് അഭിപ്രായം കേട്ടിരുന്നു. ഒന്ന്, ഗംഭീര പടമാണെന്നുള്ള അഭിപ്രായം റിവ്യൂവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ട് കേട്ടിരുന്നു. എന്നാൽ കാണാൻ പോയ നമ്മുടെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു അത്ര ഒരു നമ്മുടെ ജോൺ വിക്കിൻ്റെ ആ ഒരു ഗുമ്മും പവറൊന്നും ഇല്ല എന്നുള്ളൊരു അഭിപ്രായം കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോയത്. ഈ റിവ്യൂവും ലേറ്റ് ആയിട്ടാണ് വരുന്നത്. സംഭവം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പടം നല്ല പടമാണ്. അതായത് റിവ്യൂവേഴ്സ് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. കറക്റ്റായിട്ട് അടിപൊളി പടമാണ്. ഇതിലെവിടെയാണ് ഈ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കട്ട ജോൺ വിക്ക് ഫാൻസ്, ജോൺ വിക്കിൻ്റെ സീരീസിലത്തെ ഒരു പടം വരുന്നു, അപ്പോൾ ആ ജോൺ വിക്കിൻ്റെ പവർ പ്രതീക്ഷിച്ച് പോയ ആൾക്കാർക്കായിരിക്കും തെറ്റ് പറ്റിയിട്ടുണ്ടാവുക. അതല്ലാത്ത പക്ഷം ഇതൊരു നല്ല പടമാണ്. അതായത് ജോൺ വിക്കിൻ്റെ പടം എന്ന് പറയാൻ നമുക്കറിയാം, ജോൺ വിക്ക് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് അങ്ങനെ ദേഷ്യമോ വൈരാഗ്യമോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഭാവങ്ങളൊന്നും വരില്ല. അയാളൊരു നിപ്പങ്ങോട്ട് നിൽക്കും, മുമ്പിൽ എത്ര വലിയ വന്നാലും അയാൾ ഇടിച്ചിടും എന്നുള്ള തരത്തിലുള്ളൊരു നിപ്പാണ്. ആ മനുഷ്യൻ്റെ ഒരു വെയിറ്റ്, പവർ, അയാളുടെ നോട്ടമായാലും ഡയലോഗ് ഡെലിവറി ആയാലും ഒക്കെ നമുക്കറിയാം. ഒരു ഹെവി ഐറ്റമാണ് ജോൺ വിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ ഫൈറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് പടപടാമ അടിച്ചിട്ട് അങ്ങോട്ട് കയറി പോകുന്നത് കാണുമ്പോൾ ആ ഒരു കിടിലം പവർ ആ ക്യാരക്ടറിനുണ്ട്. അപ്പോൾ ആ ഒരു ഹെവി സംഭവം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും മിക്കവാറും ഈ പലരും ജോൺ വിക്ക് സീരീസിലത്തെ ഒരു പടം എന്ന രീതിയിൽ ഈ പടം വരുമ്പോൾ ഇത് കാണാൻ പോയിട്ടുണ്ടാവുക. എന്നാൽ ഇതിൽ അതല്ല കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതല്ല ഇതിലുള്ളത്. ഇനി നിങ്ങൾ ആരെങ്കിലും കാണാത്തവർ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെവി ജോൺ വിക്ക് ഐറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് പോയാൽ ആ സാധനം കിട്ടില്ല. അത് മാത്രമേ ഈ പടത്തിലെ എക്സ്പെക്റ്റേഷൻ്റെ ഒരു പ്രശ്നമുണ്ടോ, അത് പടത്തിൻ്റെ പ്രശ്നമല്ല, അത് മാത്രമേ ഇതിനകത്തൊരു പ്രശ്നമായിട്ട് വരാൻ സാധ്യതയുള്ളൂ. അതല്ലാത്ത പക്ഷം ഈ പടം അടിപൊളി പടമാണ്. ഇതൊരു സാധാരണ ഒരു പെൺകുട്ടി, ഫാമിലിയിൽ ചില പ്രശ്നങ്ങളുണ്ടാകുന്നു, അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട ചില റിവെഞ്ചുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്നു. അത് സക്സസ്ഫുൾ ആയിട്ട് പുള്ളി ചെയ്ത് തീർക്കുന്നുണ്ട്. അവസാനമാകുമ്പോൾ ആളുടെ മിഷൻ, മൈൻഡുള്ള ആ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് നമ്മുടെ ഈ ജോൺ വിക്ക് സീരീസിൽ പ്രതീക്ഷിച്ച ആ വെയിറ്റ് കിട്ടില്ല എന്ന് പറയാൻ കാരണം, ഈ പെൺകുട്ടി ഈ ഈവ് മെക്കാറോ എന്ന് പറയുന്ന ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്ന ആളെന്ന് പറയുന്നത് വളരെ സ്ലിം ആയിട്ടുള്ള ഒരു ചെറിയ പെൺകുട്ടിയെ പോലുള്ള ഒരു സൈസുള്ള ആളാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് പോയിട്ട് നമ്മുടെ ജോൺ വിക്ക് ഇടിക്കുന്ന പോലെ ഒരു ഇടിക്കൊക്കെ എനിമയെ വീഴ്ത്തി കഴിഞ്ഞാൽ കാണാൻ വലിയ കുമ്പുണ്ടാവില്ല. അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഡൈജസ്റ്റ് ആവുന്ന തരത്തിലൊക്കെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇങ്ങോട്ട് ഇടിക്കുമ്പോൾ അവൻ വീഴുന്നില്ല വില്ലൻ, പകരം അവൻ ഇടിക്കുമ്പോൾ ഇങ്ങോട്ട് വീഴുന്നൊരവസ്ഥയാണ്. നിങ്ങൾക്ക് വെയിറ്റ് കുറവാണ്, അപ്പോൾ നിസ്സാരമായിട്ട് അങ്ങനെ തല്ലി ജയിച്ച് കയറി പോകുന്ന, ജോൺ വിക്ക് പോകുന്ന പോലെ ഇടിച്ച് കയറി അങ്ങോട്ട് പോകുന്ന ഒരു സംഭവമല്ല. കുറച്ചും കൂടിയും നമുക്ക് വിശ്വസനീയമായ രീതിയിലുള്ള ഒരു ഫൈറ്റ്. ജോൺ വിക്കിൻ്റെ ആ മൈൻഡ് സെറ്റിംഗ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇവരുടെ ഫിസിക്കിനനുസരിച്ച് കൊണ്ടുള്ള ഫൈറ്റുകളാണ് ഇതിൽ കാണുന്നത് മുഴുവനും. സോ അത് ഡൈജസ്റ്റീവാണ്. നിങ്ങൾ ജോൺ വിക്ക് എന്ന ക്യാരക്ടറിനെ മനസ്സിൽ വെക്കാതെ ആ ഒരു ടോണിലുള്ളൊരു പടം കാണാൻ വേണ്ടിയിട്ട്, ടോണിലല്ല, ആ സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ മൂന്നാം പാർട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് തോന്നുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ വരുന്നൊരു കഥയാണിത്. സോ അപ്പോൾ ആ ഒരു ശൈലിയിലുള്ള പടം തന്നെയാണ്. ബട്ട് ഡോണ്ട് എക്സ്പെക്ട് ജോൺ വിക്ക്. പകരം ഒരു അടിപൊളി ജോൺ വിക്ക് സ്റ്റൈലുള്ള പടം കാണാൻ വേണ്ടി പോവാം. അടിപൊളി ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗംഭീരമായിട്ട് പടം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഈ പറയുന്ന ഈവ് മെക്കാറോ എന്ന ക്യാരക്ടറിൻ്റെ അഭിനയിച്ച് ഫലിപ്പിച്ചിരിക്കുന്നതായാലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സീനുകളായാലും മ്യൂസിക് ആയാലും ഒന്നും ഒരിടത്തും ഒരു ബോറിങ് തോന്നിയില്ല. അവസാനം വരെയും അടിപൊളിയായിട്ട് തോന്നി. ആകെ മിസ്സിങ് തോന്നിയത് ഇത് മാത്രമാണ്. ജോൺ വിക്ക് എന്ന ആ ഒരു പേര്, അല്ലെങ്കിൽ ആ ഒരു വെയിറ്റ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഗംഭീരമാണ്. പിന്നെ ജോൺ വിക്കിന് ഇതിനകത്ത് വലിയ റോളുകളില്ല എന്നുള്ളതും ഒരു ചെറിയ ഒരു വിഷയമാണ്. കാരണം ജോൺ വിക്ക് ആ ട്രെയിലറിൽ കാണുന്നത്, ജോൺ വിക്ക് ഇറങ്ങി വരുന്നതും അദ്ദേഹം എന്തൊക്കെയോ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അതിനകത്ത് വലിയ കഥയൊന്നും ചെയ്യാനൊന്നും ഇല്ല എന്നുള്ളതും നിങ്ങളെ ചെറുതായിട്ട് നിരാശപ്പെടുത്താൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ശൈലിയിലുള്ള പടങ്ങൾ കാണാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ധൈര്യമായിട്ട് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ പോയി കാണാവുന്നതേ ഉള്ളൂ. ജോൺ വിക്കിനെ പ്രതീക്ഷിക്കല്ലേ. ആ ഒരു സ്റ്റൈലിലുള്ള ഒരു ക്യാരക്ടറിനെ പ്രതീക്ഷിച്ചുകൊണ്ട്, ആ ടൈപ്പ് ഒരു സിനിമ പ്രതീക്ഷിച്ചുകൊണ്ട് പോകാം. നല്ല രീതിയിൽ കണ്ടിരിക്കാവുന്ന ഒരു പടം. ആ ട്രെയിലറിൽ എന്താണോ കണ്ടത് അത് തന്നെയാണ് പടത്തിലുള്ളത്. അത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്, എല്ലാ ഭാഗങ്ങളും. അതിപ്പോൾ ഒരു ഭാഗത്തെ കുറ്റവും കുറവൊന്നും ഞാൻ പറയുന്നില്ല, സെറ്റാണ്. പോയി കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.